ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞങ്ങൾ മുത്തപ്പനെ കാണാൻ പോവാണ് കേട്ടോ. കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മഹത്വം ധാരാളം കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫോണിൽ വീഡിയോ ആയാലും റീൽസ് ആയാലും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായി കേട്ടോ. ഞങ്ങളിത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കണ്ണൂർ ഇൻ്റർസിറ്റിക്കാണ് പോകുന്നത്. രാവിലെ 6 മണിക്ക്, രാവിലെ പുലർച്ചെ 5 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ എറണാകുളം ജംഗ്ഷനിലേക്ക്. പിന്നെ സ്റ്റാർട്ടിങ് എറണാകുളത്ത് നിന്നായതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. പക്ഷെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. ഭക്ഷണമൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, ചട്നി, ചമ്മന്തി, പിന്നെ ലച്ചുമോൾക്ക് പഴം പുഴുങ്ങിയത്, പഞ്ചസാര, അങ്ങനെയെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഞങ്ങളൊരു 8:30 ആകുമ്പോഴേക്കും ട്രെയിനിൽ തന്നെ കഴിച്ചു. ഒരുപാട് നാളായി മുത്തപ്പനെ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് പോവായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് മുത്തപ്പനെ കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നത്. ഞങ്ങൾ ഉച്ചയാകുമ്പോൾ തന്നെ കണ്ണൂരെത്തും. 12:15 കണ്ണൂരെത്തും എന്നാണ് നമുക്ക് ട്രെയിൻ ടൈമിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വടകരശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ആണ്. നാളെ രാവിലെ ഒന്നുകൂടെ മുത്തപ്പനെ കണ്ട് തൊഴുതിട്ട് തിരികെ വരാനാണ്. ട്രെയിനിൽ അത്യാവശ്യം നേരം ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ വായിക്കാൻ പുസ്തകവും പിന്നെ കളിക്കാനുള്ള എഴുതാനുള്ള പുസ്തകവും പേന എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ടൈം അങ്ങനെയാണ് കേട്ടോ തള്ളി നീക്കിയത്. പാറു കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി കേട്ടോ. ലച്ചു അങ്ങനെ എപ്പോഴും കിടന്നുറങ്ങുന്ന ആളല്ല. അവളിങ്ങനെ വെറുതെ പുസ്തകം നോക്കിയിരിക്കും, കുറച്ച് നേരം ഫോണിൽ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെയാണ് അവൾ സമയം കളഞ്ഞത്. പണ്ട് ഞാനൊക്കെ കളിച്ചിട്ടുള്ള പേര്, സ്ഥലം, ആ ഒരു കളിയില്ലേ, ഇവർ നെയിം, പ്ലേസ്, തിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ലച്ചു അലമ്പുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പാറു ദേഷ്യം പിടിച്ചിട്ട് പിണങ്ങുന്നുണ്ട്. ഒരു ലച്ചുവിനെ വരക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. കല്യാണം കഴിച്ചത് കണ്ണൂരാണ്. കണ്ണൂർ പെരളശ്ശേരിയാണ്. അപ്പോൾ അവൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ഈവനിങ് ചെല്ലാൻ വേണ്ടിയിട്ട്. അവളവിടെ നേഴ്സായിട്ട് കണ്ണൂർ സഹകരണ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനമായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ട് വേണം അമ്പലത്തിലേക്കൊന്ന് ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് റൂമും ആവശ്യമാണ്. അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണോ ഉണ്ണിയുടെ മയ്യഴിപ്പുഴ? കറക്റ്റല്ലേ കോഴിക്കോട് വരെ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ തിങ്ങിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് എത്തിയപ്പോഴാണ് ഒരുപാട് പേര് ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ ഒന്ന് ഇത്തിരി സ്പേസ് കിട്ടിയത്. അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ. ഈവനിങ് കണ്ണൂർ വരെ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്യാമെന്ന് കരുതി. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം, നമുക്ക് AC റൂം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ഫ്രഷ് ആയിട്ട് പോവാം അമ്പലത്തിൽ നിന്ന്. കണ്ണൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഇറങ്ങിയിട്ട് AC റൂമിൽ നമ്മൾ വെയിറ്റിംഗ് റൂമുണ്ട്, അവിടെ കയറി. ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. 1 മണിക്കൂറാണ് ടൈം. നമ്മൾ അവിടുന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ബസ്സിൽ പറശ്ശിനിക്കടവിലേക്ക് എത്തി കേട്ടോ.
അമ്പലത്തിലേക്ക് ഇതേ ആദ്യം കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട്, കുറച്ചധികം സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് നമ്മുടെ ഈ ഒരു പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും അവതാരമായിട്ടാണ് മുത്തപ്പനെ കണക്കാക്കുന്നത്. തെയ്യരൂപത്തിൽ എല്ലാ ദിവസവും ഇവിടെ കെട്ടിയാടുന്നുണ്ട്. മത്സ്യം, മാംസം, കള്ള് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് സൈഡിലും നിറയെ കടകളുണ്ട്. കുറേ നായകളെയും കാണാനുണ്ട് കേട്ടോ. മുത്തപ്പൻ്റെ വാഹനമാണ് നായ എന്ന് പറയുന്നുണ്ട്. ഇവിടെ തിരുവപ്പന, വെള്ളാട്ടം അവതാരമായിട്ടാണ് മുത്തപ്പനെ ആരാധിക്കുന്നത്. വഴിപാടൊക്കെ ഷീട്ടാക്കിയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ ബാഗ് വെക്കാനൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ ഞങ്ങൾ അവിടെ വെച്ചു. പിന്നെ തൊഴുതതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചൂട് ചോറും സാമ്പാറും പുളിശ്ശേരിയും ആയിരുന്നു. ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഇപ്പോൾ അമ്പലത്തിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. തെയ്യത്തിൻ്റെ വേഷം കെട്ടാനായിട്ട് ഉള്ള ഒരു ടൈമാണ്. സമയം പറഞ്ഞത് 3 മണി മുതൽ 5 മണി വരെയാണ് മുത്തപ്പനെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനുള്ള സമയം. അപ്പോൾ ഞങ്ങൾ അപ്പോഴേക്കും ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാമെന്ന് കരുതി. ഓരോരുത്തർക്കും 50 രൂപയാണ് കേട്ടോ ബോട്ടിങ്ങിന് ഇവിടെ ചാർജ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ള ബോട്ടിൽ പോകുന്നത്. ഊട്ടിയിൽ പോയിട്ട് ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ ജങ്കാറുണ്ട് കേട്ടോ. അതുപോലെ വൈക്കത്തെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ജങ്കാറിൽ പോയിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. പൊതുവേ എനിക്ക് വെള്ളം പേടിയാണ്, എങ്കിലും കുഴപ്പമില്ല. ബോട്ടൊക്കെ അടിപൊളി ബോട്ടാണ്. മുകളിലും നമുക്കിരിക്കാം. മുകളിൽ 70 രൂപ, താഴെ 50 രൂപ. ഇരിക്കാനൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സൈഡിൽ നിന്നിട്ട് കാഴ്ചകൾ കാണണമെങ്കിൽ കാഴ്ചകൾ കാണാം. ഇനിയിപ്പോൾ നമുക്ക് 50 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. മുകളിൽ കയറണമെങ്കിൽ 20 രൂപ എക്സ്ട്രാ താഴെ കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കയറാം കേട്ടോ. പാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഡാൻസൊക്കെ ആയിരുന്നേ. ഈ ഒരു ഹൗസ് ബോട്ട് മാത്രമല്ല കേട്ടോ, വേറെ 3-4 ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു, എങ്കിലും ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മുത്തപ്പൻ വന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല, അകത്ത് കയറി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവരുടെ ചെക്കിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് ഫോൺ കൊണ്ടുപോകാം അകത്തേക്ക്, സൈലൻ്റ് ആക്കണം. അവരവിടെ നോക്കുന്നുണ്ട്. ആരെങ്കിലും ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് വാൺ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഫോണൊക്കെ അകത്ത് കൊണ്ടുപോകാം, അതിനൊന്നും ഇഷ്യൂസ് വരുന്നില്ല. ബോട്ടിങ്ങിൻ്റെ ഈ ഒരു സമയത്താണ് നമുക്ക് മുത്തപ്പൻ്റെ മടപ്പുര എന്നാണ് കേട്ടോ പറയുക. ഈ ഒരു മടപ്പുരയുടെ കാഴ്ച നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നത് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു ബോട്ടിങ് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു വ്യൂ ആണ്. ഇതാണ് മുത്തപ്പൻ്റെ മടപ്പുര. മുത്തപ്പൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞ നിമിഷമായിരുന്നു. മുത്തപ്പൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മളെ മുത്തപ്പൻ്റെ അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുത്തപ്പൻ വന്ന് നമുക്ക് ആദ്യം അനുഗ്രഹം തരും. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റും നമുക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കാം. അപ്പോൾ മുത്തപ്പനെ നന്നായിട്ട് കണ്ടുവോ, മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ വീണ്ടും മുത്തപ്പൻ്റെ അടുത്ത് വരണം, നമുക്ക് മുത്തപ്പൻ്റെ അടുത്ത് സംസാരിക്കാം. അതൊക്കെ എന്താ പറയുക, ആ നിമിഷം നമുക്ക് എന്താ പറയുക, സങ്കടം വരും. മുത്തപ്പൻ്റെ അടുത്ത് നേരിട്ട് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന സമയം ക്യൂ ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരും തിക്കിത്തിരക്കി പോവുകയാണ് മുത്തപ്പൻ്റെ അടുത്തേക്ക്. അത് നിയന്ത്രിക്കാൻ ആൾക്കാരുണ്ട്, എങ്കിലും തിരക്കുണ്ടായിരുന്നു. പക്ഷേ സമാധാനമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ഇനിയും മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ എന്താ പറയുക, മനസ്സ് നിറഞ്ഞു. ബോട്ടിൽ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ പാറുവിനേറ്റും ലച്ചുവിനേറ്റും ഒക്കെ നല്ല കളിയായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ നമുക്ക് ഇതിനകത്ത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ പാറു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തൊഴുതിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഇവിടുത്തെ പ്രസാദം വൻപയർ ഉപ്പിട്ട് പുഴുങ്ങിയതും നാളികേരക്കുത്തുമാണ്. കൂടെ പാൽച്ചായ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ബാഗൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കുട്ടികൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കടകളിൽ നിന്ന് വാങ്ങി അന്ന് ഈവനിങ് സിസ്റ്ററുടെ വീട്ടിലാണ് നിന്നത് കേട്ടോ. മുത്തപ്പനെ കാണാൻ വേണ്ടി പോയപ്പോഴുള്ള കുറച്ച് ക്ലിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ മുത്തപ്പനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോകണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ മുത്തപ്പൻ്റെ അടുത്ത് പോകാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദേ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.